Good morning all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സെക്ഷൻ കോൺവെക്സ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് കോൺവെക്സ് ഫങ്ഷൻസ്, അതിൻ്റെ ചില പ്രോപ്പർട്ടീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിസൾട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ ആദ്യം എ ബി എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ ദാറ്റ് മേ ബി ബൗണ്ടഡ് ഓർ അൺബൗണ്ടഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് പൊതുവേ നമ്മൾ എ ബി ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ബൗണ്ടഡ് ആയിട്ടുള്ള ആളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഇവിടെ ബൗണ്ടഡോ അൺബൗണ്ടഡോ ആയിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം കോൺവെക്സ് ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷനിലോട്ട് പോകാം. എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഫൈ ഓൺ എ ബി ഈസ് സെറ്റ് ടു ബി കോൺവെക്സ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് പെയർ ഓഫ് പോയിൻറ്റ്സ് x1 x2 in AB and each lambda with 0 less than or equal to lambda less than or equal to 1, phi of lambda x1 plus 1 minus lambda x2 less than or equal to lambda into phi of x1 plus 1 minus lambda into phi of x2. അപ്പോൾ എന്താ പറയുന്നത്, ഫൈ എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ഫങ്ഷനാണ് എന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്, നമ്മൾ ഏത് പെയർ എ ബിയിലുള്ള ഏത് പെയർ x1 x2 എന്ന് പറയുന്ന പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ആൻഡ് ലാംഡ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 to 1 ആയിട്ടിരിക്കും. ഫൈ ഓഫ് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2, ഇതിനെ നിങ്ങൾക്കറിയാം കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്നൊക്കെ നമ്മൾ ഇങ്ങനത്തേനെ വിളിക്കാറ്. അപ്പോൾ ഫൈ ഓഫ് അങ്ങനെ ഏത് പെയർ x1 x2 എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഈ കോമ്പിനേഷൻ ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഫൈ ഓഫ് x1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ഫൈ ഓഫ് x2. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കോൺവെക്സ് ഫങ്ഷനാണ്, ഈ ഫംഗ്ഷൻ ഫൈ കോൺവെക്സ് ഫംഗ്ഷനാണ് എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ ഗ്രാഫിൻ്റെ ഫൈയുടെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് ജിയോമെട്രിക്കലി വരച്ചു കഴിഞ്ഞാൽ x1 5 1 x2 y2 എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സ് ആ ഗ്രാഫിലെടുത്തു. അതിനെ കണക്ട് ചെയ്യുന്ന കോഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് എബവ് ദി ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ കോൺവെക്സ് ആണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്, ഇതാണ് ഫംഗ്ഷൻ എന്ന്. ഇതിൻ്റെ ഏത് രണ്ട് പെയർ ഓഫ് പോയിൻറ്റ്സ് എടുത്ത് കണ്ടിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാലും ഇതൊക്കെ എബവ് ദി ഗ്രാഫാണ് അല്ലേ. വേറെ ലൈൻ വരച്ചാലോ ഒക്കെ എബവ് ദി ഗ്രാഫാണ്. അപ്പോൾ ഇത് കോൺവെക്സാണ്. അതേസമയം നമ്മൾ ഇങ്ങനെ ഒന്നാണ് ഗ്രാഫ് എടുത്തത് വെച്ചാലോ, ഇവിടെ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ബിലോ ദി ഗ്രാഫാണ് ഈ ലൈന് വരുന്നത് അല്ലേ, ഏത് പോയിൻറ്റ്സ് എടുത്ത് വരച്ചാലും. അപ്പോൾ ഇത് കോൺവെക്സ് അല്ല. അപ്പോൾ കോൺവെക്സ് ആവുകയാണെങ്കിൽ ഇതിലെ രണ്ട് പോയിൻറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ആ ലൈൻ എന്ന് പറയുന്നത് എബവ് ദി ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ജോമെട്രിക്കലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ടെക്നിക്ക്. ഓക്കെ, നെക്സ്റ്റ് ഒബ്സർവേഷൻ. For 2 points x1 less than x2 in AB, each point x in x1 x2 may be expressed as x equal to lambda x1 plus 1 minus lambda x2, where lambda equal to x2 minus x divided by x2 minus x1. അപ്പം ഏതൊരു പോയിൻ്റ് x1 x2 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ എടുത്തു, അതിലുള്ള ഏതൊരു പോയിൻ്റ് എക്സിനെയും നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ആദ്യം നമുക്ക് ഒന്ന് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 എന്ന് തന്നെ തുടങ്ങാം അല്ലേ. ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2. അപ്പോൾ അതിനാദ്യം ലാംഡ എന്താ 1 മൈനസ് ലാംഡ എന്താന്ന് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ലാംഡ ഈക്വൽ ടു എന്താ x2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അങ്ങനെയാണ് 1 മൈനസ് ലാംഡ എന്താ 1 മൈനസ് x2 minus x by x2 minus x1. That is x2 minus x1 minus x2 minus into minus plus x divided by x2 minus x1. x2 cancel ചെയ്യും, ബാക്കി x minus x1 by x2 minus x1. അങ്ങനെയാണ് നമുക്ക് നോക്കാം. ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 ഇറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ അറിയുമ്പം എന്തായിരുന്നു x2 മൈനസ് എക്സ് ബൈ x2 മൈനസ് x1. x2 മൈനസ് എക്സ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x1
പ്ലസ് എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് ടു. എക്സ് ടു മൈനസ് എക്സ് വൺ കോമൺ ആണ്, പുറത്തെടുത്താൽ എക്സ് ടു മൈനസ് എക്സ് വൺ 1 ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. ബാക്കി എന്താ? എക്സ് ടു ഇൻറ്റു എക്സ് വൺ, എക്സ് ടു എക്സ് വൺ മൈനസ് എക്സ് എക്സ് വൺ പ്ലസ് എക്സ് എക്സ് ടു മൈനസ് എക്സ് വൺ എക്സ് ടു. രണ്ടും ക്യാൻസലായി. ബാക്കി എക്സ് കോമൺ ആയിട്ട് എടുത്താൽ എക്സ് ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ, ദാറ്റ് ഈസ് എക്സ്. അപ്പോൾ ഏതൊരു പോയിൻ്റ് എക്സിനെയും നമുക്ക് ലാംഡ എക്സ് വൺ പ്ലസ് വൺ മൈനസ് ലാംഡ എക്സ് ടു എന്ന് എഴുതാം. വേർ ലാംഡ എന്ന് പറയുന്നത് എക്സ് ടു മൈനസ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഈ എക്സ് ടു മൈനസ് എക്സ് നമ്മൾ നിൽക്കുന്നത് എക്സ് വൺ എക്സ് എക്സ് ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സ് ടു മൈനസ് എക്സും എക്സ് ടു മൈനസ് എക്സ് വണ്ണും തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കാം എക്സ് ടു മൈനസ് എക്സ് വൺ. അപ്പോൾ ഒരു ചെറിയ നമ്പർ ഡിവൈഡഡ് ബൈ ഒരു വലിയ നമ്പറാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ 0 1ൻ്റെ ഇടയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലാംഡ ബിറ്റ്വീൻ 0 1 ആയിരിക്കും. കൂടാതെ ലാംഡ ഈ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഏതൊരു എക്സിനെയും ഇങ്ങനെ എടുത്താൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Thus, the convexity inequality may be written as. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺവെക്സിറ്റിനെ എങ്ങനെ എഴുതാം? ഫൈ ഓഫ് എക്സ് എന്നുള്ളതിന് നോക്കാം. അപ്പം നമ്മുടെ കോൺവെക്സിറ്റി ഇനീക്വാലിറ്റി എന്താ പറയുന്നത്? ഫൈ ഓഫ് ലാംഡ എക്സ് വൺ പ്ലസ് വൺ മൈനസ് ലാംഡ എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഫൈ ഓഫ് എക്സ് വൺ പ്ലസ് വൺ മൈനസ് ലാംഡ ഫൈ ഓഫ് എക്സ് ടു. അപ്പോൾ ഇതെന്താ? ലാംഡ എക്സ് വൺ പ്ലസ് വൺ മൈനസ് ലാംഡ എക്സ് ടുവിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലാംഡയുടെ വാല്യൂ എന്താ? എക്സ് ടു മൈനസ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. ഓക്കെ, ഇൻറ്റു ഫൈ ഓഫ് എക്സ് വൺ പ്ലസ് വൺ മൈനസ് ലാംഡ എന്തായിരുന്നു? എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഫൈ ഓഫ് എക്സ് ടു. അപ്പോൾ ഈ ഇനീക്വാളിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇനീക്വാളിറ്റീനെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതാം. വേർ ലാംഡ ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്നുള്ളത് എടുത്താൽ മതി, അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഏതൊരു എക്സ് വൺ എക്സ് ടു ഇതാണെങ്കിൽ അവിടെ കോൺവെക്സിറ്റി ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫൈ ഓഫ് ലാംഡ എക്സ് വൺ പ്ലസ് ഫൈ വൺ മൈനസ് ലാംഡ എക്സ് ടു ഈക്വൽ ടു ലാംഡ ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഫൈ ഓഫ് എക്സ് വൺ പ്ലസ് വൺ മൈനസ് ലാംഡ എക്സ് ടു ആണ്. അതിനെ തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാം. ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഫൈ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഫൈ ഓഫ് എക്സ് ടു. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഈ രണ്ട് രീതിയിലല്ല, കാരണം നമുക്ക് പല ഒരു കാറ്റഗറി വരുമ്പം ചിലപ്പോൾ കൂടുതൽ സിംപ്ലിഫൈ ആയിട്ടുള്ള മറ്റേതെങ്കിലും രൂപം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ ഇനിയും നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ? അപ്പം നമുക്ക് ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാം. കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അപ്പം നോക്കാം. തന്നിരിക്കുന്നത് ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 minus x divided by x2 minus x1 into phi of x1 plus x minus x1 divided by x2 minus x1 into phi of x2 എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാം ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് വൺ മൈനസ് എക്സ് മൈനസ് എക്സ് വൺ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാനിവിടെ ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് വൺ ഇവിടെ അപ്ലൈ ചെയ്യാണ്. ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് വൺ. അപ്പോൾ ഇതിൽ കൊടുക്കുമ്പോൾ എന്താവും? വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. ഫൈ ഓഫ് എക്സ് വൺ മൈനസ് ഫൈ ഓഫ് എക്സ് വൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് മൈനസ് വൺ ഇൻറ്റു ഫൈ ഓഫ് എക്സ് വൺ വരും, പ്ലസ് ഇതവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു ഫൈ ഓഫ് എക്സ് ടു. ഓക്കെ, നമുക്കിത് ഒന്ന് അറേഞ്ച് ചെയ്യാം. ദറ്റ് ഈസ് വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്താ വരിക? എക്സ് ടു മൈനസ് എക്സ് ബൈ
x2 minus x minus x2 minus x1 ആണ്, that is minus x2 plus x1 divided by x2 minus x1 into phi of x1 plus x minus x1 by x2 minus x1 into phi of x2, which is equal to x2 cancel ചെയ്താൽ ബാക്കി x1 minus x divided by x2 minus x1 into phi of x1 plus x minus x1 divided by x2 minus x1 into phi of x2. ഇനി നമുക്ക് വേണ്ട phi of x minus phi of x1 divided by x minus x1 ആണ്. അപ്പോൾ ത്രൂ ഔട്ട് divided by x minus x1 ചെയ്യും. അപ്പോൾ എന്ത് വരും? phi of x minus phi of x1 divided by x minus x1 ചെയ്യുമ്പം ഇവിടെ എന്താവും? വിച്ച് ഇസ് ഈക്വൽ ടു x minus x1 ആണ് ഡിവൈഡ് ചെയ്യുന്നത്, ഇവിടെ x1 minus x ആണ്, അപ്പോൾ ഒരു നെഗറ്റീവ് വരും അല്ലേ. മൈനസ് phi of x1 divided by x2 minus x1 പ്ലസ് ഇവിടെ x minus x1 തന്നെയാണ്, പ്ലസ് തന്നെ വരും phi of x2 divided by x2 minus x1. ഓക്കെ, അപ്പോൾ എന്ത് വരുന്നു? ഇതിന് phi of x minus phi of x1 divided by x minus x1 less than or equal to phi of x2 minus phi of x1 divided by x2 minus x1. Equation number 1. ഇനി നമുക്ക് സെക്കൻഡ് ഭാഗം നോക്കാം. phi of x2 minus phi of x by x2 minus x. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്യാം. phi of x ഒന്നുകൂടി ഞാൻ എഴുതുന്നുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, phi of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരുന്നു? x2 minus x by x2 minus x1 into phi of x1 plus x minus x1 by x2 minus x1, x minus x1 by x2 minus x1 into phi of x2. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് phi of x2 minus phi of x ആണ്. അപ്പം മൈനസ് phi of x എടുക്കുമ്പം തന്നെ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പം നമുക്കിതിനൊന്ന് മാറ്റി, ഒന്നെങ്കിൽ ഇവിടെ phi of x2 മൈനസ് എന്നുള്ള ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ മൈനസ് phi of x തന്നെ എടുക്കാം. ഞാൻ ആദ്യം മൈനസ് phi of x ഞാൻ എടുക്കുകയാണ്. അപ്പോൾ മൈനസ് phi of x എടുക്കുമ്പോൾ എന്താവും? മൈനസ് phi of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതിൻ്റെ നെഗറ്റീവ് അല്ലേ, മൈനസ് ഓഫ് x2 minus x by x2 minus x1 into phi of x1 plus അല്ല again minus x minus x1 by x2 minus x1 phi of x2. ഇനി എന്ത് ചെയ്യാം? phi of x2നെ ആഡ് ചെയ്യാം അല്ലേ. phi of x2 മൈനസ് phi of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ phi of x2 ആഡ് ചെയ്യുമ്പം ഇത് സെയിം തന്നെ ഇരിക്കും, ദാറ്റ് ഈസ് മൈനസ് phi of x1 ഇൻറ്റു x2 minus x by x2 minus x1. ഇവിടെ എന്ത് വരും? പ്ലസ് ഇവിടെ ഒരു phi of x2 ആഡ് ചെയ്യണം, അപ്പോൾ 1 മൈനസ് x minus x1 divided by x2 minus x1 into phi of x2 എന്ന് വരും. ഇവിടെ ഞാൻ ചേഞ്ച് ഒന്നും വരുന്നത് ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു phi of x1
x2 minus x by x2 minus x1 plus ഇതെന്താവും x2 minus x1 minus x plus x1 divided by x2 minus x1 into phi of x2. x1 ക്യാൻസൽ ആവും, ബാക്കി x2 minus x by x2 minus x1 വരും അല്ലേ. അവിടെ നോട്ടെ. ഇനി നമുക്ക് phi of x2 minus phi of x divided by x2 minus x ആണ് വേണ്ടത്. അപ്പോൾ x2 minus x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ x2 minus x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ it is greater than or equal to, that is phi of x2 minus phi of x divided by x2 minus x greater than or equal to, ഇവിടെ x2 minus x ആണുള്ളത്, അത് കട്ടായി പോവും. ഇവിടെ x2 minus x ഉണ്ട്, കട്ടായി പോവും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ phi of x2 minus phi of x1 divided by x2 minus x1, ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ഇക്വേഷന് phi of x minus phi of x1 അല്ലേ, phi of x minus phi of x1 divided by x minus x1 less than or equal to phi of x2 minus phi of x1 divided by x2 minus x1 less than or equal to, second equation phi of x2 minus phi of x divided by x2 minus x. ഇത് കിട്ടും. ഇതിന് നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗമാണ്. പക്ഷേ ഈ ഒരു 3 ഭാഗം ഓർത്ത് വെക്കുക, നമുക്ക് പിന്നീടും ഇത് ആവശ്യം വരും എന്നുള്ളത് ഓർക്കുക. അപ്പോൾ x1 x2 x എന്ന് പറയുന്ന 3 പോയിന്റ് ഉണ്ടെങ്കിൽ phi of x minus phi of x1 by x minus x1 less than or equal to phi of x2 minus phi of x1 by x2 minus x1 less than or equal to phi of x2 minus phi of x by x2 minus x ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം അതിൽ നിന്ന് ഡയറക്റ്റായി കിട്ടും. ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരാളും കൂടി ഉണ്ട്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇതെന്താണ് സംഭവം? phi of x minus phi of x1 by x minus x1, that is y2 minus y1 by y2 minus y1 divided by x2 minus x1 ഫോം അല്ലേ. അതായത് ഇത് x1 എന്ന് പറയുന്ന പോയിന്റ്, x phi of x ആൻഡ് x1 phi of x1 എന്ന് പറയുന്ന പോയിന്റിനെയും x phi of x and x2 phi of x2 എന്ന് പറയുന്ന പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന സ്ലോപ്പുകളാണ് അല്ലേ. അല്ലെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന സ്ലോപ്പാണ് ഇത്, ഇതിനെ കണക്ട് ചെയ്യുന്ന സ്ലോപ്പാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി പറയാം. x1 x x2 ഇങ്ങനെ 3 പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും എപ്പം കോൺവെക്സ് ആണെങ്കിൽ. അപ്പോൾ കോൺവെക്സ് എന്ന് പറയുന്നതിന് നമുക്ക് 3 കണ്ടീഷൻ കിട്ടി. ഇത് നമുക്ക് ഇതിലേക്ക് എത്താനായിട്ട് ആവശ്യമുള്ള പറയുന്നൊരു കാര്യം മാത്രമാണ്. മെയിനായിട്ട് ഇതും നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷനും ആൻഡ് ദിസ് ഡെഫിനിഷൻ ഓൾസോ ഓർക്ക് കോൺവെക്സിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഫൈ കോൺവെക്സ് ആണെങ്കിൽ ഇതായിരിക്കും. അതിന് ജോമെട്രിക്കലി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഈ 2 പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും ഈ സ്ലോപ്പിനേക്കാൾ ഇതായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇത് ചെറുതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അങ്ങനെയാണ്. നെക്സ്റ്റ് പ്രപ്പോസിഷൻ നോക്കാം. ഇഫ് ഫൈ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ എ ബി and its derivative phi dash is increasing, then phi is convex. In particular, phi is convex if it has non-negative second derivative phi double dash on AB. അപ്പോൾ എന്താ പറഞ്ഞത്? ഫൈ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണെങ്കിൽ ഫൈ കോൺവെക്സ് ആണ്. ശേഷം പറയുന്ന കാര്യം ഫൈ കോൺവെക്സ് ഇഫ് ഇറ്റ് ഹാസ് നോൺ നെഗറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈ ഡബിൾ ഡാഷ്. അതായത് ഫൈ ഡബിൾ ഡാഷ് നോൺ നെഗറ്റീവ് ആണ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫൈ ഡാഷ് എന്തായി? ഇൻക്രീസിങ് ആയി.
ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണെങ്കിൽ കോൺവെക്സ് ആണെന്ന് ഫസ്റ്റ് പാർട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്താൽ സെക്കൻഡ് പാർട്ട് അതിന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യമാണ്, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണെങ്കിൽ ഫൈ കോൺവെക്സ് ആണ് എന്നാണ്. ഓക്കെ, ലെറ്റ് x1 x2 in AB and x1 less than x2, x belongs to x1 x2. കണ്ടീഷൻ എടുത്തു. നമുക്ക് കാണിക്കേണ്ടത് ഇങ്ങനെ ഏതൊരു x1 x2 ജനറൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫൈ കോൺവെക്സ് ആണ് എന്നുള്ളതിന് ഇപ്പം നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് വൺ ബൈ എക്സ് മൈനസ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ടു മൈനസ് ഫൈ ഓഫ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ് എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണ്, ഫൈ ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് വൺ എക്സ് എക്സ് ടു ഈ രണ്ട് ഇൻ്റർവെല്ലിലായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ് വൺ എക്സിൽ ഫൈ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് മീൻ വാല്യൂ തിയറം പ്രകാരം എക്സ് വൺ എക്സ് സി വൺ എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൺ എക്സിൽ ഉണ്ടാവും, സച്ച് ദാറ്റ് ഫൈ ഡാഷ് ഓഫ് സി വൺ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് വൺ. അതുപോലെ സി ടു എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഉണ്ടാവും? എക്സ് ടുവിലുണ്ടാവും. ഇവിടെ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ദർ എക്സിസ്റ്റ് C2 in x2 such that phi dash of C2 equal to phi of x2 minus phi of x1 divided by x2 minus x. ഓക്കെ, ഇനി ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണ്. അപ്പോൾ C1 ഇത് എങ്ങനെയാണ് വരുന്നത്? x1 x x2 എന്നാണ്. അപ്പോൾ x1 xൻ്റെ ഇടയിലുള്ള പോയിൻ്റാണ് C1, x2ൻ്റെ ഇടയിലുള്ള പോയിൻ്റാണ് C2. അപ്പോൾ C1 ലെസ് ദാൻ C2 ആണ്. ഫൈ ഡാഷ് ഇൻക്രീസിങ് ആയതുകൊണ്ട് തന്നെ ഫൈ ഡാഷ് ഓഫ് C1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് C2 ആയിരിക്കും. ഫൈ ഡാഷ് ഓഫ് C1 എന്താ? ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് വൺ ബൈ എക്സ് മൈനസ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് C2 ആണ് എന്താ? ഫൈ ഓഫ് എക്സ് ടു മൈനസ് ഫൈ ഓഫ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ്. അപ്പം ഇതെന്തായി? കോൺവെക്സിൻ്റെ കണ്ടീഷനായി. സോ ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണെങ്കിൽ ഫൈ ഈസ് കോൺവെക്സ്. നെക്സ്റ്റ് കോഡൽ സ്ലോപ്പ് ലെമ്മ. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പ്രൂഫ് ചോദിച്ചാൽ നമ്മൾ ഇപ്പം ഫൈയുടെ ഈ പറഞ്ഞ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കാം എന്താണ്. ലെറ്റ് ഫൈ ബി കോൺവെക്സ് ഓൺ എ ബി if x1 less than x less than x2 belongs to AB, then p1 x1 x phi of x1, px phi of x, p2 x2 phi of x. അങ്ങനെ 3 പോയിൻറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് p1 p ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് p1 p2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് p2 എന്നാണ് പറയേണ്ടത്. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം അതാണ്. ഞാനതാണ് നിങ്ങളോട് ഓർത്ത് വെക്കണം, പിന്നീട് നമുക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞത്. ഇവിടെ പറയുന്നത് എന്താ? ഓക്കെ, ആ ഒരു റിസൾട്ട് പ്രകാരം നമ്മളതിൽ നമുക്ക് ആവശ്യമുള്ള 2 പോയിൻ്റ് അന്നേരം നമ്മൾ എടുത്തുള്ളൂ, പക്ഷേ ഓർത്ത് വെക്കണം പറഞ്ഞു. അപ്പം നമുക്കറിയാം എക്സ് കോൺവെക്സ് ഫൈ കോൺവെക്സ് ആണ്. അങ്ങനെയാണ് എക്സ് ലെസ് ദാൻ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് വൺ മൈനസ് phi of x divided by x1 minus x less than or equal to phi of x2 minus phi of x1 divided by x2 minus x1 less than or equal to phi of x2 minus phi of x divided by x2 minus x നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കോഡൽ സ്ലോപ്പ് ലെമ്മയുടെ പ്രൂഫ് ചോദിക്കുമ്പം ആ ഒരു ഭാഗങ്ങൾ പ്രൂവ് ചെയ്യണം. എക്സിന് ലാംഡ ആയിട്ട് ലീനിയർ കോമ്പിനേഷൻ കോൺവെക്സിൻ്റെ ഡെഫിനിഷൻ, അതിൽ നിന്ന് എക്സിന് ലാംഡ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യം, അത് പ്രകാരം ഫൈ ഓഫ് എക്സിന് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം, അതിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കോഡൽ ലെമ്മയുടെ പ്രൂഫിൽ വേണം. അപ്പം നോക്കുക, ഫൈ ഓഫ് എക്സ് വൺ മൈനസ് ഫൈ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വൺ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ ഓഫ് എക്സ് വൺ ഫൈ ഓഫ് എക്സ് വൺ എക്സ് ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിൻറ്റിനെ കണക്ട് ചെയ്യുന്ന ലൈൻ അല്ലേ. അപ്പം എക്സ് വൺ ഫൈ ഓഫ് എക്സ് വൺ എന്ന് പറയുന്ന പി വൺ, എക്സ് ഫൈ ഓഫ് എക്സ് അതായത് പി വൺ പിയുടെ സ്ലോപ്പാണ്, ലൈനിൻ്റെ സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് പി വൺ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ടു ഫൈ ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് എക്സ് വൺ എക്സ് ടു, ഇതിന് കറസ്പോണ്ടിങ് ഫൈ ഓഫ് എക്സ് വൺ ഫൈ ഓഫ് എക്സ് ടു, ആ പോയിന്റ് അതേതൊക്കെയാണ്? എക്സ് വൺ ഫൈ ഓഫ് എക്സ് വൺ എക്സ് ടു ഫൈ ഓഫ് എക്സ് ടു, ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് പി വൺ പി ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു നെക്സ്റ്റ് എക്സ് ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എക്സ്, ഇതാണ് എക്സ് ടു. അപ്പോൾ സ്ലോപ്പ് ഓഫ് പി പി ടു ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് കിടക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ പോർഷനിലാണ് കിടക്കുന്നത്.
ഫൈ കോൺവെക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ബൈ ഡെഫിനിഷൻ വി ക്യാൻ റൈറ്റ് ദിസ്. ആൻഡ് ലാംഡ ഇനി x1 x2 എടുത്തു കഴിഞ്ഞാൽ ലാംഡ x1 ഇങ്ങനെ ഈ രീതിയിൽ വേർ ലാംഡ ഇതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫൈനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത്, എക്സിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അതുകൊണ്ട് ഫൈ ഓഫ് എക്സ് ഇതാണ് എന്നുള്ളത് ദെൻ അതിൽ നിന്നും ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കാം. ഇത്രയാണ് കോർഡൽസ് ലെമ്മയുടെ പ്രൂഫ്. ഓക്കെ, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.